ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും കിങ്ങിനിയും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങളുടെ അയ്യപ്പങ്കാളിക്കട്ട വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹർത്താൽ ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിനിക്ക് ഏതായാലും ലീവല്ലേ, അപ്പോൾ ശനി ഞായർ അല്ലെങ്കിൽ ഇങ്ങനെ ലീവ് ഉള്ളപ്പോൾ മാത്രമല്ല അമ്പലത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്പലത്തിലേക്ക് കയറി തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട്. കിങ്ങിന് ഫുൾ ഓട്ടമായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ നിറച്ചും വഴുക്കലുമായിരുന്നു. പിന്നെ കിങ്ങിനിക്ക് മാത്രമല്ല കേട്ടോ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പാക്കറ്റിൽ എന്താണെന്നല്ല കരുതുന്നത്, ഇതും പായസം തന്നെയാണ്. ഇത് ഞങ്ങളെ തൊട്ടപ്പുറത്തെ ഇവിടുത്തെ ചേച്ചി വഴിപാടിന് കൊടുത്തപ്പോൾ അവർക്ക് 2 കവറിൽ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു കവറത്തെ പായസം ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഫുള്ളും തിന്നു. അല്ല, ഫുള്ള് തിന്നിട്ടില്ല കേട്ടോ, കുറച്ചേ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നല്ല രുചിയുള്ള പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. കുറേ നാളായി ഇത്ര ടേസ്റ്റോട് കൂടിയിട്ട് പായസം അമ്പലത്തിൽ നിന്ന് പായസം കഴിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ പിന്നെ കൊടുത്തപ്പോൾ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് കഴിച്ചതായിരുന്നല്ലോ. പിന്നെ വേഗം അടുക്കളയിൽ പോയി രാവിലെ ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേഗം ചായ വയ്ക്കാൻ നിന്നു. അപ്പോൾ ഞാൻ കിങ്ങിനിയോട് ചോദിക്കുകയാണ്, നമുക്ക് ചായ വേണോ കാപ്പി വേണം? കാരണം ചായ വയ്ക്കുമ്പോൾ പറയും കാപ്പി വേണമെന്ന്, കാപ്പി വയ്ക്കുമ്പോൾ പറയും ചായ വേണമെന്ന്. അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം കട്ടൻ ചായ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഇഡ്ഡലിയൊക്കെ ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു അമ്പലത്തേക്ക് പോയപ്പോൾ. എന്നാൽ വരുമ്പോഴേക്ക് തണുത്തുനിന്ന് ശരിയായിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടുന്ന് ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. ഒരു 5 ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് 3 കിങ്ങിനിക്ക് 2. ചിലപ്പോൾ ഒരെണ്ണം കഴിക്കും, ചിലപ്പോൾ വിശപ്പുണ്ടെങ്കിൽ 2 കഴിക്കും കേട്ടോ. പിന്നെ ഇഡ്ഡലി ഇങ്ങനെ സോഫ്റ്റ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒന്ന് ബലമാണെങ്കിൽ ഒരെണ്ണമല്ലേ കഴിച്ചാൽ പോവുള്ളൂ, എന്നാൽ നല്ല സോഫ്റ്റ് ആണെങ്കിൽ 2 പോവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പണ്ട് എനിക്ക് ഇഡ്ഡലിക്ക് അരയ്ക്കാനോ ദോശയ്ക്ക് അരയ്ക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ദോശയ്ക്ക് അരച്ച് പഠിച്ചപ്പോൾ ഇഡ്ഡലിക്ക് അരച്ച് പഠിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.